तो हम लोग जो है काफी दिन से परमेश्वर की इस वचन को देख रहा था, और जो बादलों के बड़े समूह के बारे में बीते कई दिन से हम लोग देख के आ रहा था, इसको फिर से हम लोग कंटिन्यू करना चाहते हैं। उस विषयों पर हम लोग ध्यान को केंद्रित करें। എന്തുകൊണ്ടാണ് ഈ പഠന പരമ്പര വളരെ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പെട്ടെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ഓർമ്മയെ ഒന്ന് പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. और क्यों जो है ये पढ़ाई का जो परंपरा इतना मुख्य क्यों होता है, एक और बार जो है आप लोग का याद को मैंने मजबूत करके आगे बढ़ना चाहते हैं। നമ്മളെല്ലാവരും ജീവിതത്തിന്റെ വിശ്വാസ യാത്രയിൽ പലപ്പോഴും തളർന്നു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. പലവിധമായ പ്രതിബന്ധങ്ങൾ നമുക്ക് നേരിടുവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ഓട്ടത്തിൽ നമ്മൾ പലപ്പോഴും നിലനിൽക്കുമ്പോൾ എബ്രായ ലേഖനകർത്താവ് ഒരു സാക്ഷികളുടെ സമൂഹത്തെ നമുക്ക് ചുറ്റും നിർത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾ മുന്നോട്ട് പോകണം. और हम लोग जो है हमारा मसीही सफर में कमजोर हो सकता है, मसीही सफर में हम लोग जो है गिरने का संभावना होता है, मसीही सफर में हम लोग थक जाता है, लेकिन एक बड़ा समूह को हमारे सामने दिखाते हुए इब्रानियों का रजीदा हमें समझाता है कि आप लोग तगना नहीं है, आप लोगों को आगे बढ़ना। ഏത് സാഹചര്യത്തിലുള്ള വ്യക്തികളെ നമ്മൾ എടുത്തു നോക്കിയാലും, നമ്മൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിന്റെയും ഒരു സാമ്പിൾ ഈസ് അവൈലബിൾ അമംഗ് ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. ഏത് രീതിയിൽ എടുത്തു നോക്കിയാൽ आप लोग जिस परिस्थिति से गुजर रहा है उस परिस्थिति का एक उदाहरण जो है, उस जो है विश्वास वीर का बारे में जो इब्रानी का पत्र 11 अध्याय में बताया गया है, उन लोगों का किसी न किसी व्यक्ति का जीवन से आपको पाया जा सकता है। സമൂഹത്തിൽ ഏറ്റവും അധികം അനീതിക്ക് വിധേയനാകേണ്ടി വന്ന ആബേൽ തുടങ്ങി വിശ്വാസത്തിനു വേണ്ടി, വാഗ്ദത്തത്തിനു വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന അബ്രഹാം, അങ്ങനെ ഒരുപാട് പേരുടെ ജീവിത അനുഭവങ്ങൾ നമ്മൾ വ്യത്യസ്തമായ മേഖലയിൽ നിന്നുകൊണ്ട് കാണുവാനിടയാക്കും. और हाबेल से लेकर जो है अब्राहम को लेकर अलग अलग लोगों का विश्वास का जिंदगी के बारे में हम लोग भिन्न दृष्टिकोण से देखने के लिए प्रभु ने सहायता किया। നമ്മൾ ചിന്തിക്കും, ആബേലിനെ പോലെ ഇത്രമാത്രം അനീതി എനിക്ക് നേരിടേണ്ടി വരുമോ? എന്നാൽ ആബേൽ നമ്മളോട് പറയുന്നത് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. और हाँ, हाबेल का जीवन के बारे में जब समझते हैं तो हम पूछेंगे अपने आप से, क्या इतना अन्याय हमारा जीवन में हमें अपेक्षा करना पड़ेगा? तो हाबेल बताएंगे आपको कि आप आगे बढ़िए, आपका जीवन आगे है। വാഗ്ദത്തം ദൈവം തന്നിട്ട് വർഷങ്ങളോളം കാത്തിരിക്കുകയാണെങ്കിൽ അബ്രഹാം പറയുന്നു, തളരരുത്, മുന്നോട്ട് പോകുക. और वायदा जो है मिलने के बाद काफी साल इंतजार करना पड़ा, अब्राहम आपसे बोलेंगे आपको तगना नहीं है, आप आगे बढ़िए। അതുപോലെ തന്നെ നമ്മൾ ഒരു രീതിയിലും ദൈവരാജ്യത്തിൽ ഉൾപ്പെടുവാൻ യോഗ്യതയില്ലാത്ത രാഹാബ് നമ്മളോട് പറയുകയാണ്, ദൈവത്തിന് അതൊരു വിഷയമല്ല, വിശ്വാസമാണ്, മുന്നോട്ട് പോകുക. പ്രൈസ് ദി ലോർഡ്. और तीसरा एक व्यक्ति राहाब जो है प्रभु का राज्य में कभी भी आने का संभावना नहीं था, वो औरत भी हमसे बता रहा है जो जीवन में हुआ है वो सब जो है भूलते हुए आगे बढ़िए, प्रभु मदद करेंगे। അതുപോലെ തന്നെ വാഗ്ദത്തത്തിനു വേണ്ടി, ദൈവം കൊടുത്ത സ്വപ്നത്തിനു വേണ്ടി കാത്തിരിക്കേണ്ടി വന്ന യോസേഫ് 17 വർഷക്കാലം താൻ കടന്നുപോയ അനുഭവങ്ങളിലൂടെയൊക്കെ ചോദ്യം ചെയ്യുകയായിരുന്നു. എന്നാൽ ഒരു കാര്യം യോസേഫ് പറയുന്നത്, ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. और अलग अलग यूसुफ का जीवन को देखिए, अलग अलग समस्या से होकर गुजरा हुआ यूसुफ, वो भी आपको ये कहेंगे कि परमेश्वर सब कुछ भलाई के लिए उत्पन्न करते हैं। സോ അതുപോലെ തന്നെ നമ്മൾ പലരുടെയും ജീവിതത്തിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ വളരെയധികം വാണിംഗ് തന്ന ജീവിതങ്ങളും നമ്മൾ പഠിക്കുവാൻ ഇടയായിത്തീർന്നു. ശിംശോന്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ, ശിംശോൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു, എന്നാൽ തനിക്കൊരു മടങ്ങിവരവ് ദൈവം കൊടുക്കുകയാണ്. അത് നമ്മളോട് പറയുന്നത് ഇങ്ങനെയുള്ളതായ പ്രലോഭന और शिमशोन का जीवन को भी हम देख सकता है। शिमशोन का जीवन हम अलग अलग व्यक्ति हमें वार्निंग भी देता है, चेतावनी भी देता है। शिमशोन हमें ये समझाता है कि इसी प्रकार की अवस्था भी हमारा जीवन में आ सकता है, इसलिए उससे बचकर रहना अवश्य है।
അപ്പൊ ഇങ്ങനെ ഏതൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈ പ്രൊഫൈൽസ് ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ കടന്നു പോകാത്ത ഒരു മേഖലയും അല്ലെങ്കിൽ അവർ കടന്നു പോകാത്ത ഒരു അനുഭവങ്ങളും ഇല്ലാത്തത് കൊണ്ട് വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ മുന്നോട്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനിടയായിത്തീരണം. और इसीलिए जो है किसी भी व्यक्ति को आप ले लीजिए, जो 11 अध्याय में वर्णन किया गया, उस व्यक्ति को लेने के वक्त में आपको यह समझेगा कि आपका जीवन में अभी आप सामना करने वाला किसी न किसी अवस्था में होकर गुजरा हुआ काफी लोग जो है उसी में है। इसलिए उन लोगों का बड़ा सा एक समूह, एक बादल हमारे चारों तरफ होने के कारण हमें गिरना नहीं है, तगना नहीं है, हमें आगे बढ़ सकता है। Praise the Lord. Hallelujah. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്. ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് വാചാലതയോടെ സംസാരിക്കുവാനായിട്ട് ദൈവമാക്കി വച്ചിരിക്കുന്ന സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും ധൈര്യമായിട്ട് പറയുകയാണ്, ഞങ്ങൾ കടന്നു പോകാത്തത് നിങ്ങൾ കടന്നു പോയിട്ടില്ല, അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നേറുക. Praise the Lord. तो इसलिए जो है परमेश्वर का वचन हमें ये माने प्रोत्साहन देता है कि हम कभी भी तगना नहीं है, तगना नहीं है, क्योंकि अलग अलग लोग इसी प्रकार का बराबर अवस्था से होकर गुजरा है, इसलिए हमको भी गुजर सकता है, इसलिए अभी हम लोग को तगना नहीं है। അങ്ങനെ നമ്മൾ ദാവീദിന്റെ ജീവിതം കഴിഞ്ഞ ആഴ്ച കാണുവാനിടയായിത്തീർന്നു. യാതൊരു യോഗ്യതയും ഇല്ലാത്തതായ ദാവീദ്, ദൈവം ദാവീദിനെ രാജാവാക്കി. The God's choice was very unique. तो इसलिए बीते बार आखिरी बार हम लोग ये देखा था कि कोई भी योग्यता बोलने के लिए जो नहीं है दाऊद को, उस दाऊद को परमेश्वर ने राजा बना दिया. തന്നേക്കാൾ വളരെ യോഗ്യനായ, ലോകപ്രകാരം നോക്കുമ്പോൾ വളരെ യോഗ്യനായ ശൗൽ രാജാവായിരിക്കുമ്പോൾ തന്നെ ദൈവം ഒരു ആട്ടിടയനായ, തന്റെ സ്വന്തം അപ്പനും അമ്മയും പോലും ഇൻസിഗ്നിഫിക്കന്റ് ആണെന്ന് കരുതിയ ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ് ശമൂവേലിലൂടെ. और शमूएल के द्वारा जो है परमेश्वर जो अपना माँ बाप भी उतना प्राधान्यता नहीं दिया हुआ एक लड़का को परमेश्वर ने राजा के रूप में अभिषेक कर रहा है. ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസിൽ നിന്നും നിങ്ങളെ മാറ്റുവാൻ യാതൊരു ശക്തിക്കും സാധ്യമല്ല. ആരെല്ലാം അതിനെ ഇഗ്നോർ ചെയ്താലും ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം അതിന്റെ പ്രാവർത്തികത്തിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരും. और मैंने आप लोगों को परमेश्वर का एक भेद को बताना चाहते हैं कि आपका जीवन के बारे में अगर प्रभु कुछ भी जो है योजना बना चुका है, कुछ भी प्लानिंग आपका जीवन के बारे में किया है, कोई भी व्यक्ति आपको दबाए या कोई भी व्यक्ति आपको बढ़ने नहीं दे, अगर प्रभु का इच्छा आपका जीवन में है तो वो परमेश्वर का इच्छा आपका जीवन में परमेश्वर पूरी करेंगे. ഹല്ലേലൂയ. അത് ദാവീദ് നമ്മളോട് പറയുകയാണ്. ഞാൻ ഒരു ആട്ടിടയനായി, എന്റെ പാരന്റ്സ് പോലും ആദ്യത്തെ 7 പേര് വന്നപ്പോൾ ലോകപ്രകാരം ഇവനായിരിക്കും എന്ന് തോന്നത്തക്ക രീതിയിലുള്ള സെലക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. കാരണം ശൗലിനെ തിരഞ്ഞെടുത്തപ്പോൾ ഉയരവും അതുപോലെ ആകാരവും നോക്കിയാണ് ഇസ്രായേൽ മക്കൾ തിരഞ്ഞെടുത്തത്. और हो सकता है दाऊद को ये सोच सकता है क्योंकि जब चुनने का वक्त आया था तो मेरा भाई लोगों को, उन लोगों का ऊंचाई को देखते हुए, उन लोगों का ताकत को देखते हुए उन लोगों को चुनने के लिए माँ बाप जो है तैयार हुआ. എന്നാൽ ദൈവം ശമൂവേലിനോട് പറയുന്നു, അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ദാവീദ്. അവന്റെ ഉയരമോ പൊക്കമോ ഒന്നും നീ നോക്കരുത്, ദൈവം ഹൃദയങ്ങളെ നോക്കുകയാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ശക്തമായ ഒരു പദ്ധതിയുടെ വെളിപ്പെടലാണ് നമ്മൾ അവിടെ കാണുന്നത്. और परमेश्वर लेकिन शमूएल से कह रहा है कि शमूएल उन लोग का ऊंचाई को नहीं देखना, उनका ताकत को नहीं देखना, क्योंकि परमेश्वर हृदयों को देखने वाला है. इसलिए परमेश्वर का योजना का पूर्तिकरण हमें दाऊद का जीवन के द्वारा देख सकता है. അങ്ങനെ ദാവീദിനെ ദൈവം പാരലലായിട്ട് അഭിഷേകം ചെയ്യുന്നു. എന്നാൽ അതിന്റെ പ്രയാസങ്ങളിലൂടെ ദാവീദ് ഒരുപാട് വർഷങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. और इसी प्रकार परमेश्वर ने दाऊद को अभिषेक कर रहा है, लेकिन अभिषेक पाने के बाद दाऊद को काफी परेशानी से होकर गुजरना पड़ते हैं. इसके बारे में भी हम लोग देखेंगे.
എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് നേരിട്ടതായ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ശക്തമായിട്ട് ഉപയോഗിച്ചത് എന്നാണ് നമ്മൾ കാണുവാനിടയായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ബീയിങ് ഓൺ ഗോഡ് സൈഡ്, ദൈവത്തിന്റെ ഭാഗത്ത് നിന്നും നമ്മൾ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. और ये सबका परेशानी के बावजूद भी परमेश्वर ने दाऊद को इस्तेमाल करने के लिए तैयार हो गया. तो इसीलिए आज का जो है संदेश को मैंने आपको ये बताना चाहता है कि प्रभु की तरफ जो है रहते हुए हम लड़ाई को लड़ना, या परमेश्वर की पक्ष में होते हुए हम इस युद्ध को लड़ना. Praise the Lord. Hallelujah. 1 ശമൂവേൽ 17-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 17. നിങ്ങൾ എല്ലാവരും 1 ശമൂവേൽ 17-ാം അധ്യായം നിങ്ങൾ തുറന്നു വെക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. और हम लोग पहला शमूएल का किताब उसका 17 अध्याय के बारे में आज हम लोग चर्चा करेंगे. मैं आपसे अनुरोध करता हूं, कृपया करके आप पहला शमूएल 17 अध्याय को खोल दीजिएगा. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് വാക്യങ്ങൾ നമ്മൾ റെഫർ ചെയ്യുവാനിടയായി തീരും. എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് 1 ശമൂവേൽ 17-ാം അധ്യായം വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ദൈവം ഇന്ന് ബോധ്യപ്പെടുത്തുവാനിടയായി തീരും. और मैंने जो है उसका अलग अलग पदों को पढ़ना अवश्य है, पूरा पढ़ने के लिए समय नहीं होगा. इसलिए मैं आपको आग्रह करता हूं कि आप लोग इस मीटिंग के बाद 17 अध्याय को पढ़िएगा, और इस पढ़ने के बाद जो है परमेश्वर अलग अलग वचन का प्रकाशन आप लोग का जीवन में दे देंगे. ഇവിടുത്തെ പശ്ചാത്തലം ഞാൻ പെട്ടെന്നൊന്ന് വിവരിക്കാം. ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഫെലിസ്ത്യ സൈന്യം ഇവിടെ പാളയമിറങ്ങിയിരിക്കുകയാണ്. यहाँ पे जो है उसका पृष्ठभूमि में जल्दी आपको बताना चाहता है कि इस्राएली जो है सेना का विरोध में फिलिस्तियों का जो है बड़ा चावनी जो है उन लोगों के सामने कर रहा है, या युद्ध के लिए आया हुआ है. അപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു കൺസ്ട്രക്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ, ദൈവം രാജസ്ഥാനത്ത് നിന്ന് തള്ളിയ ശൗൽ, അതോടൊപ്പം അവരുടെ ആർമിയിലെ 3 പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് ദാവീദിന്റെ ജ്യേഷ്ഠ സഹോദരന്മാരാണ്. ഈ 3 ജ്യേഷ്ഠ സഹോദരന്മാരും മുൻപലത്തെ അധ്യായത്തിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവം തള്ളിയവരാണ്. അപ്പോൾ ദൈവം തള്ളിയവരുടെ ഒരു സൈന്യവും ഫെലിസ്ത്യരുമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. और मैंने थोड़ा सा विवरण देना चाहता है कि उस सेना का कंस्ट्रक्शन थोड़ा आप देख लीजिएगा. एक जो है उसका राजा शाऊल, जिसको परमेश्वर ने तिरस्कार किया हुआ व्यक्ति है. दूसरा जो है दाऊद का जो है बड़े भाई लोग, उन लोगों को भी परमेश्वर ने अपना जो है चुनाव में तिरस्कार किया हुआ एक झुंड है. तो इसलिए प्रभु जो है तिरस्कार किया हुआ एक झुंड और फिलिस्ती लोगों का बीच में लड़ाई हो रहा है. അപ്പോൾ ഇത് ഒന്നും അറിയാതെയാണ് ഫെലിസ്ത്യർ വന്ന് ഇസ്രായേലിനോട് യുദ്ധത്തിനായിട്ട് വരുന്നത്. तो फिलिस्ती लोगों को ये सब विषयों के बारे में जानकारी नहीं है. बिना जानते हुए वे लोग इसराइलियों से लड़ने के लिए आए हुए हैं. അങ്ങനെ ഫെലിസ്ത്യരുടെ ഭാഗത്ത് നിന്നും ശക്തനായ ഒരു മല്ലൻ, അവന്റെ പേരാണ് ഗോലിയാത്ത്. നമ്മൾ ചെറുപ്പം മുതലേ എപ്പോഴെല്ലാം സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ മുതലേ we have been learning about this David and Goliath story. और इसीलिए उस फिलिस्तियों का बीच में से एक जो वीर पुरुष जिनका नाम गोलियात है उन्होंने निकला, क्योंकि हम बचपन से ही इस गोलियात के बारे में सीखे आ रहा है. അപ്പോൾ ഇത് 2 താഴ്വരകളിലായിട്ട് 2 വാലികളിലായിട്ട് ഇവർ കൂടിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇസ്രായേൽ സൈന്യവും മറുഭാഗത്ത് ഫെലിസ്ത്യ സൈന്യവും, അതിന്റെ മധ്യത്തിൽ ഇവർക്ക് ഒരു പിളർപ്പുണ്ട്. और ये लोग दोनों जो है 2 घाटी में जो है इकट्ठा किया हुआ है कि एक तरफ फिलिस्ती सेना, दूसरा तरफ इस्राएली सेना, इन लोगों का बीच में जो है एक गड्ढा भी होता है. അപ്പോൾ ഈ ഗോലിയാത്തിനെ കുറിച്ചുള്ളതായ വിവരണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഗോലിയാത്ത് എന്ന് പറയുന്നത് അതിന്റെ 4-ാം വാക്യത്തിൽ, അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്നും ഗദ്ധ്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണവും നെടുപ്പമുള്ളവനായിരുന്നു. സോ ഹി വാസ് വെരി ടോൾ. और गोलियात का बारे में जो है वर्णन किया है 17 का 4 में. तब फिलिस्तियों की छावनी में से गोलियात नामक एक वीर निकला जो गत नगर का था, और उसकी लंबाई 6 हाथ 1 बित्ता थी, और उसके सिर पर पित्तल का ठोप था.
അവന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുകയാണ്. അവന്റെ വസ്ത്രം എന്ന് പറയുന്നത് മുഴുവൻ താമ്രം കൊണ്ട് പൊതിഞ്ഞതായ, ശിരസ്ത്രം താമ്രം കൊണ്ട് പൊതിഞ്ഞതായ, കാൽച്ചട്ട താമ്രം കൊണ്ടുള്ളതായ, ജാവലിൻ, ഇങ്ങനെയെല്ലാം തന്നെ വളരെ കവചവുമായിട്ട്, ആർമറുമായിട്ടാണ് ഈ വ്യക്തി വരുന്നത്. और वहां पे देखिएगा तो पता चलेगा कि उनका टोप जो है पित्तल से बना हुआ है, और उसका जो है जिलम जो है पत्थर का एक जिलम पहना हुआ है, जिसका तेल जो है 5000 शेकल पित्तल का है। उसकी टोंगों पर जो है पित्तल का कवच होता है। तो इसी प्रकार सारा जो है शरीर को बहुत मजबूत जो है लोहा से जो है ढकते हुए इन्होंने युद्ध के लिए आ रहा। ഇങ്ങനെ ഈ ഫെലിസ്ത്യൻ ഇസ്രായേൽ നിരകളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 40 ദിവസം. 16-ാം വാക്യത്തിൽ കാണുന്നത് 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകിട്ടും മുന്നോട്ട് വന്ന് ഇവരെ വെല്ലുവിളിക്കുകയാണ്. और इन्होंने जो है 40 दिन, एक दिन नहीं, 2 दिन नहीं, 40 दिन लगातार जो है इसराइलियों को माने आके इसराइलियों को चुनौती दे रहा। അപ്പൊ നിങ്ങളും ശ്രദ്ധിക്കണം, ഒരു ദിവസമല്ല, രാവിലെയും വൈകിട്ടും 40 ദിവസം, 80 പ്രാവശ്യമെങ്കിലും ഇവർ ഈ വെല്ലുവിളി കേൾക്കുകയാണ്. എന്ത്? എന്നെ നേരിടുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്നുള്ളതായ ഇവന്റെ വെല്ലുവിളി കേട്ടിട്ട് ഇസ്രായേൽ മക്കളുടെ പ്രതികരണം എന്താണ്? ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ആകെ പരിഭ്രമിപ്പിച്ച് നിൽക്കുകയാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. और ये व्यक्ति जो है सुबह और शाम 2 समय में आके इसराइली लोगों को लड़ाई के लिए चुनौती देते रहा है। और मतलब 40 दिन तक लड़ाई के लिए चुनौती देते रहा, मतलब एक दिन में 2 बार, मतलब 80 बार जो है चुनौती देते रहा है। और इसराइलियों का अवस्था क्या है? वे लोग जो है बहुत डरते हुए और कांपते हुए अपना छावनी में बैठा हुआ है। നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധിക്കണമേ. പരാജയത്തിൽ 40 ദിവസം അവർ ഉറങ്ങി, പരാജയത്തിൽ ഉറങ്ങി. പ്രൈസ് ദി ലോർഡ്. और आप लोग जो है मेरे बातों को ध्यान कीजिएगा, बीते 40 दिन से जो है हरा हुआ अवस्था में वे लोग सो रहा है। എന്നാൽ വിജയം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. और वहां पे जो है विजय घोषणा तो नहीं किया है, लेकिन अक्सर में जो है इसराइली पराजित जो है एक अवस्था में है। യുദ്ധം നടന്നിട്ട് പോലുമില്ല, പക്ഷെ അവർ ഓൾറെഡി പരാജയപ്പെട്ടു കഴിഞ്ഞു. കാരണം അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ എല്ലാവരും കേട്ടപ്പോൾ ഭ്രമിച്ചു, ഏറ്റവും ഭയപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് 11-ാമത്തെ വാക്യം. और उसका 11 पद में इसी प्रकार लिखा हुआ है कि फिलिस्तियों का इस बातों को सुनकर वे लोग एकदम डर गया और वो लोग भयचित हो गया। Praise the Lord. അപ്പോൾ ഫെലിസ്ത്യരുടെ പ്രതികരണം എന്ന് പറയുന്നത്, ഇസ്രായേലിയരുടെ പ്രതികരണം എന്ന് പറയുന്നത് വളരെയധികം ഭയവുമാണ്. ഇതൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്? आप लोग जो है इसको थोड़ा सा ध्यान से जो है देखिएगा कि फिलिस्ती लोग जो है धमकी दे रहा है एक तरफ में, और इसराइली लोग जो है उनका मन कच्चा होकर बैठा हुआ है। ये दोनों युद्ध के लिए कैसे आगे बढ़ सकता है? Pastor Jean, maybe you can switch off your video. I think there is a delay. Yes. You can talk in audio, and others, മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും if you can open the switch on the video, it will be great. Yeah. और कोई वीडियो ऑन करना चाहते हैं ऑन कर सकता है, मेरा नेटवर्क में हल्का इश्यूज है, इसलिए कृपया yes please continue. So ഇങ്ങനെ വളരെയധികം നിരാശയോടെ ഇരിക്കുന്നതായ ഇസ്രായേലും വളരെയധികം ശക്തമായ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഫെലിസ്തീനും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. तो इसी प्रकार जो है बहुत परेशानी से आगे बढ़ने वाला इसराइल और जो है चुनौती देते हुए रहने वाला एक फिलिस्ती, ये दोनों का बीच में परेशानी जो हो रहा है. Praise the Lord. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഈ ഫെലിസ്ത്യർ ഓൾറെഡി യുദ്ധത്തിൽ ജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവരുടെ മനസ്സിൽ. और इसमें आपको एक बात समझना है, इस फिलिस्ती लोग जो है पहले से इन लोग का जीत जो है बोल चुका है, या इन लोग जीता हुआ एक अवस्था में है अभी. It's a matter of time. ഒരു 2
മൂന്നോ ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 5 മിനിറ്റിന്റെ കാര്യം മാത്രമേ ഉള്ളൂ, ഇവരെല്ലാവരും ഭയവിഹ്വലരായിട്ട് ഓടും എന്നുള്ള ശക്തമായ ആത്മവിശ്വാസത്തോടെ 40 ദിവസവും 40 പകലും നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഇവർ ഭയവിഹ്വലരായിട്ട് മുന്നോട്ട് പോവുകയാണ്. और अभी जो है केवल कुछ दिन बाकी है, उसी दिन में जो है, उसी दिन के अंदर में वे लोग जो है हर जाके माने भाग सकता है, उसी के इंतजार में इसराइल लोग बैठा हुआ. ഈ സമയത്താണ് ദാവീദ് എന്ന് പറയുന്ന ആട്ടിടയന്റെ എൻട്രി മുന്നോട്ട് വരുന്നത്, ദാവീദ് മുന്നോട്ട് വരുന്നത്. और इस वक्त में जो है दाऊद करके जो चरवाहा है उसका एंट्री हो रहा है, या वो जो है आगे बढ़ रहा है, आ रहा है. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു യുദ്ധം താൻ ചെയ്തിട്ടില്ല, സൈന്യത്തിന്റെ ഭാഗമല്ല, തന്നെ തിരഞ്ഞെടുത്തപ്പോൾ തന്റെ സ്വന്തം അപ്പനും അമ്മയും തന്നെ രാജാവാക്കുവാൻ കൊള്ളാകുന്നവനല്ല എന്നുള്ള അസംഷനിൽ ഇരിക്കുകയാണ്. സഹോദരന്മാർക്ക് ഇവനോട് ശക്തമായ വിരോധമുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു ബലഹീനനായ ഒരു വ്യക്തിയായിട്ട് ദാവീദ് ഇവിടെ കടന്നു വരികയാണ്. अभी जो है दाऊद एकदम जो है एक कमजोर व्यक्ति के रूप में आ रहा है, क्योंकि उनका माँ बाप जो है उसको चुनने के वक्त में उनको उतना प्राधान्यता नहीं दिया था, और उनका भाई लोग वहां पे सेना में काम करते हैं, और वहां पे जो है एक युद्ध करने का कुछ योग्यता के साथ उन्होंने वहां पे नहीं आया है. इसी प्रकार एक अवस्था में ये दाऊद का एंट्री वहां पे हो रहा. അപ്പോൾ അങ്ങനെ ദാവീദ് തന്നെ ദ്വേഷിക്കുന്ന സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വന്നതാണ്. और दूसरा एक बात है, वहां पे अपने आप माने उनको माने नफरत करने वाला भाई लोगों को या भैया लोगों को खाना खिलाने के लिए उन्होंने वहां पे आए हुए हैं. കാരണം 17-ാം അധ്യായത്തിൽ തന്റെ പിതാവായ ഇശായി ദാവീദിനോട് പറയുകയാണ്, ഈ ഒരു പറ മലരും അപ്പവും 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുവന്ന് കൊടുക്കാം. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കാം. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക എന്നാണ് അവനോട് പറഞ്ഞിട്ടുള്ള കൽപ്പന. और वहां पे इशाई जो है माने दाऊद का पिताजी जो है, जब इनको भेजा हुआ था 17 अध्याय में, वहां पे इन्होंने इनका माने भाई लोगों को खाना लेने के लिए, खाना माने पहुंचाने के लिए, और इन लोगों का हालचाल पूछने के लिए इनको भेजा गया है. അപ്പോൾ ഇവനെ കുറിച്ചുള്ള ആകെ ഒരു ഉദ്ദേശം ഈ ഫുഡ് കൊണ്ട് കൊടുക്കുക, സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് മടങ്ങി വരിക എന്നുള്ളത് മാത്രമായിരിക്കുമ്പോൾ ദാവീദ് ഇവിടെ മറ്റൊരു ലെവലിലേക്ക് ദൈവം അവനെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. और दाऊद जो है अभी आया हुआ कारण यही है कि भाई लोगों को खाना खिलाए और माने उन लोगों का हालचाल पूछकर वापस चले जाए, बस इसी के लिए पिताजी उनको भेजा हुआ है. लेकिन इस काम के लिए आया हुआ दाऊद को परमेश्वर ने उस वक्त में दूसरा एक तरीका में बढ़ाने का कार्यक्रम प्रभु कर रहा है वहां पे. അപ്പോൾ ദാവീദ് ഇവിടെ വരുമ്പോൾ യാതൊരു പ്രതീക്ഷയും ആളുകൾക്കില്ല. അങ്ങനെ ദാവീദ് വന്ന് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയും ദാവീദിനെ ഈ കാര്യം മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. और दाऊद जब वहां पे आने के वक्त में दाऊद को कोई आइडिया नहीं है क्या हो रहा है, लेकिन वहां आने के बाद दाऊद को पता चल रहा है फलना दिन तक जो है इस्राएली इस चुनौती को सुन के वहां पे पड़ा हुआ है. അത് മാത്രമല്ല, ഈ ഫെലിസ്ത്യനായ ഗോലിയാത്തിനെ കൊല്ലുന്നതിന് വേണ്ടി വളരെ ശക്തമായ ഒരു ഓഫർ അവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ് ഓഫർ എന്ന് പറഞ്ഞാൽ അതിന്റെ 25-ാമത്തെ വാക്യം. നിങ്ങൾ എല്ലാവരും 1 ശമൂവേൽ 17-ാം അധ്യായം തുറന്നു വെക്കണം. അതുകൊണ്ട് പെട്ടെന്ന് വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. 25-ാം വാക്യത്തിൽ കാണുന്നത്, അവനെ മഹാസമ്പന്നനാക്കും രാജാവ്. 2, തന്റെ മകളെ അവന് വിവാഹം കഴിക്കുവാൻ കൊടുക്കും. 3, അവന് ടാക്സ് എക്സംഷൻ, കരമൊഴിവ്, ആയുഷ്കാലം മൊത്തം കരമൊഴിവും കൊടുക്കും. ഇത്രയും വലിയ ഓഫറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. और गोलियत को जो व्यक्ति हराएगा उसको देने के लिए बड़ा सा एक ऑफर जो है राजा शाऊल ने 25वां पद में जो है लिखा हुआ है. इसलिए मैंने फिर से आप लोग से अनुरोध करता हूं कि आप लोग अपना बाइबल को खोल कर रखिएगा. 1 शमूएल 17 अध्याय का 25वां पद, वहां पे लिखा हुआ है कि जो व्यक्ति उसको हराएगा वो इसराइलियों को ललकार को चढ़ा आता है, और जो कोई उसे मारा डालेगा उसको राजा बहुत धन देगा और अपनी बेटी का विवाह उससे कर देगा और उसके पिता के घराने को इसराइल में स्वतंत्र कर देगा. അപ്പോൾ ഇത്രയും വലിയ ഓഫർ തനിക്ക് മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ആരാണ് ഗോലിയാത്തിനെ കൊല്ലുന്നത് ആ വ്യക്തിക്ക് ഇതെല്ലാം ലഭിക്കും. और जो व्यक्ति गोलियत को मार डालेगा वो व्यक्ति को ये सब जो है मुफ्त वाला ऑफर मिल जाएगा.
അങ്ങനെ ദാവീദ് വന്ന് സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ആയ ഏലിയാവ് കണ്ടിട്ട് 28ാമത്തെ വാക്യത്തിൽ ദാവീദിനെ കുറിച്ചുള്ള ഒരു അസസ്മെന്റ് അവൻ പറയുകയാണ്. ദാവീദിനോട് പറയുകയാണ്, നീ ഒരു ആട്ടിടയനാണല്ലോ, നീ എന്തിനെ ഇവിടെ വന്നു? നീ പട കാണാനല്ലേ വന്നത് എന്ന് പറഞ്ഞു. ഓ, praise the Lord. और वहां पे एलियाब से जो है 28 पद में देखिएगा, एलियाब इनका बड़ा भाई एलियाब से दाऊद का वार्तालाप वहां पे हो रहा है। वो दाऊद से क्रोधित होकर बोल रहा है कि तू यहाँ पे क्यों आया है, और जंगल में उन थोड़ी सी भेड़ों बकरियों को तू किसके पास छोड़ के आया है? तेरा अभिमान और तेरे मन की बुराई मुझे मालूम है कि तू तो लड़ाई देखने के लिए यहाँ पे आए हुए हैं। ഓ, ഒന്നൊരു കോൺട്രാസ്റ്റ് എടുത്ത് ചിന്തിച്ചു നോക്കിയേ. പട കാണാൻ മാത്രമേ നിനക്ക് യോഗ്യതയുള്ളൂ എന്ന് പറഞ്ഞു തള്ളിയ ദാവീദാണ് പിന്നീട് ഇവിടെ ഹീറോ ആയി മാറുന്നത്. ഞാൻ ഒരു ദൂത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളെ കുറിച്ചുള്ള ആളുകളുടെ അസസ്മെന്റ് അല്ല ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ളത്. പട കാണാനാണ് യോഗ്യതയുള്ളതെന്ന് ജനം പറഞ്ഞാലും ദ മെയിൻ ക്യാപ്റ്റൻ പറഞ്ഞാലും ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് ദാവീദ്. ദാവീദ് സാക്ഷികളുടെ സമൂഹത്തിൽ നിന്ന് നമ്മളോട് വിളിച്ചു പറയുകയാണ്, മനുഷ്യരുടെ മുമ്പിലുള്ള അയോഗ്യതകൾ ഒരു അയോഗ്യതയല്ല, ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നവനെ ഓർത്ത് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. और यहाँ पे जो है उनका भाई उनको बता रहा है कि तुम लड़ाई देखने के लिए आए हैं, लेकिन जो लड़ाई देखने के लिए आया आरोप किया हुआ व्यक्ति वहां का हीरो बनने का एक अवस्था आपको देख सकता है। तो इसलिए मैंने जो है इसके अंदर से परमेश्वर का भेद आपको बताना चाहता है। लोग, दुनिया का लोग हो सकता है आपसे अलग अलग बात कहेंगे, आप जो है आने का कारण आप जो है वो अलग प्रभु के लिए करने वाला अलग अलग कार्य का जो है मकसद अलग अलग हो सकता है बोलेंगे, लेकिन आपको परमेश्वर इस्तेमाल कर सकता है। और प्रभु का सही वक्त आएगा तो प्रभु आपको सही तरीका में इस्तेमाल करेंगे अगर आप समर्पित रहेगा तो। Praise the Lord. Hallelujah. ഇങ്ങനെ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ദാവീദ് സീനിലേക്ക് വരികയാണ്. ഇനിയാണ് ഈ ചിന്തയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. और इसी प्रकार जो है बिना योग्यता का एक व्यक्ति अभी सीन में आ रहा है। अभी जो है कहानी का मुख्य भाग में हम लोग आ चुके हैं। 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഇതുവരെയും നടക്കാത്ത 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദാവീദിന്റെ ഈ യുദ്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് ദാവീദിന്റെ ഒരു യുദ്ധമായിരുന്നില്ല, ഇത് ദാവീദ് ദൈവത്തിന്റെ യുദ്ധത്തോടു കൂടി ദാവീദ് പടപൊരുതുകയായിരുന്നു. यहाँ पे कुछ खास बात हो रहा है। उस बातों को समझने से हमें एक चीज पता चलेगा कि ये युद्ध जो है दाऊद का युद्ध नहीं था, मगर परमेश्वर का युद्ध के साथ दाऊद खड़ा हो रहा था। सिर्फ ഒന്നാമതായിട്ട് ദാവീദ് ഇവിടെ പറയുന്ന ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണമേ. ഇത് നമ്മുടെ സ്പിരിച്വൽ ബാറ്റിലിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ദാവീദ് ഇവിടെ പറയുകയാണ്, 26ാമത്തെ വാക്യം അതിന് വളരെ കീ ആയിട്ടുള്ള ഒരു വാക്യമാണ്. ദാവീദ് പറയുന്നു, ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ എന്ന് പറഞ്ഞു. और उसका 26 पद में देखिएगा, दाऊद जो है कह रहा है वो हमारे लिए बहुत प्राधान्यता देने वाला वचन है। तब दाऊद ने उन पुरुषों से जो उसके आसपास खड़े थे पूछा, जो उस फिलिस्ती को मार के इस्राएलियों को नाम धराए दूर करेगा, उसके लिए क्या किया जाएगा? और खतना रहित फिलिस्ती क्या है कि जीवित परमेश्वर की सेना की ललकारे। ഓ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദ ഫസ്റ്റ് തിങ് ദാവീദിന്റെ പെർസ്പെക്റ്റീവിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഇത് ആരുമായിട്ടുള്ള യുദ്ധമാണ്. ഹി റീഡിഫൈൻഡ് ദ ടീം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ യുദ്ധം ഇതിനു മുൻപ് വരെ അവർ പറഞ്ഞിരുന്നത് ഇസ്രായേലരും ഫെലിസ്തീനും തമ്മിലുള്ള യുദ്ധമാണ്. എന്നാൽ ദാവീദ് പറഞ്ഞു, നോ 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 നോ, ഇത് ഇസ്രായേലും ഫെലിസ്തീനും തമ്മിലുള്ള യുദ്ധമല്ല, ഇത് ദൈവത്തിന്റെ സേനയും അഗ്രചർമ്മികളുമായിട്ടുള്ള യുദ്ധമാണ്. और पहले से जो है लोगों का मन में ये सोच था कि ये इसराइली और फिलिस्ती लोगों का बीच का एक युद्ध है, लेकिन दाऊद उसको बदलना चाहा। दाऊद ने जो है बोल रहा है इसराइली और फिलिस्ती लोगों का बीच का जो है एक युद्ध नहीं है, मगर जो व्यक्ति माने परमेश्वर का जन जो बोलता है उन लोग और जो फिलिस्ती लोगों का बीच का एक युद्ध है। അപ്പോൾ അതുവരെ ദൈവം എന്ന ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടില്ല. അതുവരെ ദൈവം എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇസ്രായേലിനും ഫെലിസ്തീനും തമ്മിലുള്ള യുദ്ധമാണ്
അവിടെ പറഞ്ഞു വന്ന ചിത്രീകരണം. എന്നാൽ ദാവീദ് പറയുകയാണ്, ഇത് നിങ്ങൾ കാണുന്നത് പോലെ ഇസ്രായേലും ഫെലിസ്തീനും തമ്മിലുള്ള യുദ്ധമല്ല, ഇത് നിയമത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ സേനയും, അഗ്രചർമ്മി എന്ന് പറയുമ്പോൾ കവണന്റിന് പുറത്തുള്ളതായ വ്യക്തികളും തമ്മിലുള്ള ഒരു യുദ്ധമായതുകൊണ്ട് ഇതിനെ ഞാൻ रीनेम ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. हो प्रेज द लॉर्ड, हालेलुया। वे लोग जो है बोलने के लिए चाहा कि ये जो है इस्राएली और फिलिस्ती लोगों का बीच का युद्ध है, लेकिन दाऊद जो है उसको दूसरा माने तरीका में उसको समझाने के लिए कोशिश किया कि ये परमेश्वर का लोग और कतना रहित लोगों का बीच में एक युद्ध है, और परमेश्वर और कतना रहित लोगों का बीच का एक युद्ध के तरीका में इस युद्ध को दाऊद ने प्रस्तुत किया। प्रेज द लॉर्ड। इवन दो അവിടെ തിരസ്കരിക്കപ്പെട്ടവരാണ് നിൽക്കുന്നതെങ്കിലും, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല എങ്കിലും, ദൈവം അബ്രഹാമിനോട് കൊടുത്തിട്ടുള്ള വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ദാവീദ് പറയുകയാണ്, ഇസ്രായേൽ ജനത്തിന്റെ സേന എന്ന് പറയുന്നത് ദൈവത്തിന്റെ സേനയാണെന്ന് മറന്നു പോകരുത്. അതിനെ റെപ്രസെന്റ് ചെയ്യുവാനാണ് ഈ ആട്ടിടയനായി ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഫേവറുള്ള ദാവീദ് വരുമ്പോൾ ഇത് ഇസ്രായേലിന്റെ സേനയല്ല, ഇത് ദൈവത്തിന്റെ സേനയായി മാറുകയാണ്. हालेलुया, हालेलुया। तो यहाँ पे जो है एक चीज देखना है कि परमेश्वर का प्रीति प्राप्त किया हुआ दाऊद जब आने के वक्त में सेना का जो है अवस्था बदल रहा है। उस वक्त में इस्राएलियों का सेना था, लेकिन अभी परमेश्वर का सेना का रूप में वो सेना बदल रहा है। अभी कतना रहित लोग और मतलब परमेश्वर का सेना का बीच का एक युद्ध के रूप में युद्ध बदल रहा है, क्योंकि वहां पे परमेश्वर का अभिषेक जो है दाऊद वहां पे आया हुआ है। ഓപ്പറേഷൻ നമ്മൾ കടന്നു പോകുന്നതായ ആത്മീക യുദ്ധങ്ങൾ, സ്പിരിച്വൽ ബാറ്റിലിൽ ഈ ഒരു പെർസ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ഫേവർ നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ ഒരു മാനുഷികമായ സേനയുടെ റെപ്രസെന്റേറ്റീവ് അല്ല, നമ്മൾ സ്വർഗത്തിന്റെ സേനയുടെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുവാനിടയായി. और आप लोग जो है आत्मिक जीवन में सफर करने के वक्त में एक चीज समझना चाहिए, जो लड़ाई आप सामना कर रहा है, जो युद्ध आप सामना कर रहा है, वो आप और दूसरा व्यक्ति के बीच में होने वाला एक अवस्था नहीं है, मगर आप परमेश्वर आपके साथ है, आप परमेश्वर के साथ लड़ने वाला लड़ाई है, आप जो सामना करने वाला अलग अलग लड़ाई। അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമ വിശ്വാസികളോട് പറഞ്ഞത്, നിങ്ങൾക്ക് യുദ്ധമുള്ളത് മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല, നിങ്ങൾക്ക് യുദ്ധമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമാണ്. അപ്പോൾ യു ഹാവ് ടു change the name of your enemy. Praise the Lord. इसीलिए जो है पौलुस हमें एफेसियों की पत्री में कहता है कि आपका युद्ध जो है मांस और लहू से नहीं है, इस दुनिया के अंधकार की हकीमों से और अलग अलग जो है प्रबुद्धता के विरोध में आपका युद्ध करना है। അപ്പോൾ നമ്മളെ ബോധർ ചെയ്യുന്ന വ്യക്തിയല്ല നമ്മുടെ എനിമി, നമ്മെ അസഹ്യപ്പെടുത്തുന്ന വ്യക്തിയല്ല നമ്മുടെ എനിമി, നമ്മൾ മുന്നിൽ കാണുന്നതല്ല നമ്മുടെ ശത്രു. നമ്മൾ റീനെയിം ചെയ്യണം. ആത്മീക കാഴ്ചപ്പാടുള്ളവൻ കാണേണ്ടത് അഗ്രചർമ്മിയായ വ്യക്തികളെയാണ്. നിയമത്തിന് പുറത്തു നിൽക്കുന്നവരും ദൈവത്തിന്റെ സേനയും തമ്മിലുള്ള യുദ്ധമാണെന്നുള്ള ഒന്നാമത്തെ തിരിച്ചറിവാണ് ദാവീദിനെ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് പോരാടുവാൻ ഇടയാക്കി തീർത്തത്. तो इसीलिए जो ये लड़ाई हम सामना करता है, वो लड़ाई में हम उसको रीनेम करने का जरूरत है। ये लड़ाई जो है कोई व्यक्ति का विरोध करने वाला लड़ाई नहीं है, ये लड़ाई जो है हम खुद करने वाला एक लड़ाई नहीं है। जो लड़ाई जो है अविश्वासी लोगों का बीच में और जो है अन्य जाति लोग, जो कथना रहित लोग जो है, उन लोगों का बीच में एक लड़ाई है करके दाऊद इसको रीनेम कर दिया। Praise the Lord എന്ന് പറഞ്ഞാൽ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ദൈവത്തിന്റെ ഭാഗത്തുള്ളവനും ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കാത്തവരും തമ്മിലുള്ള യുദ്ധമായി ദാവീദ് ഇതിനെ പ്രഖ്യാപിച്ചു. और दाऊद जो है इस जो है युद्ध को परमेश्वर की पक्ष में रहने वाला लोग और परमेश्वर के पक्ष में नहीं रहने वाला लोगों का बीच में एक युद्ध के रूप में दाऊद उसको परिवर्तन कर दिया। അത് മാത്രമല്ല, ദാവീദ് പറയുന്നു, നിങ്ങൾക്ക് കാണുവാൻ സാധിക്കാത്ത ഒരു ദൈവിക സേന ദാവീദിന് ചുറ്റും ഇറങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഫെലിസ്ത്യർ നോക്കുമ്പോൾ കാണുന്നത് ഏലിയാബിനെയും ശൗലിനെയും ഇസ്രായേൽ സൈന്യത്തെയുമാണെങ്കിൽ, ദാവീദ് പറയുന്നത് അദൃശ്യമായ ഒരു ദൈവത്തിന്റെ സേന ഇവിടെ റെപ്രസെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഫെലിസ്തീനോട് പറയുകയാണ്. और वहां पे जो है फिलिस्ती लोग देखने के वक्त में वे लोगों को नजर आता है, शाऊल को नजर आता है,
एलियाब को नजर आता है, कुछ और जो है सिपाही लोगों को नजर आता है, लेकिन दाऊद को ऐसा नहीं है। दाऊद जब देखने के वक्त में दाऊद को मालूम है केवल हमारा सेना नहीं, हमारे साथ परमेश्वर का बड़ा सेना भी हमारे साथ है, इसलिए आप लोगों को बहुत परवाह रखने की जरूरत है करके उन्होंने फिलिस्ती लोगों को चेतावनी दे रहा। Praise the Lord. എന്നാൽ ദാവീദ് പറയുകയാണ്, ഈ യുദ്ധത്തിന്റെ പേര് ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇത് ദൈവത്തിന്റെ യുദ്ധമാണ്, ഇത് ദൈവത്തിന്റെ യുദ്ധമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലവിധമായ സ്ട്രഗിൾസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, റീനെയിം ദ ബാറ്റിൽ. ഇറ്റ് ഈസ് നോട്ട് യുവർ ബാറ്റിൽ, ഇറ്റ് ഈസ് നോട്ട് പാസ്റ്റർ ജീൻസ് ബാറ്റിൽ, ഇറ്റ് ഈസ് നോട്ട് സിംജൻസ് ബാറ്റിൽ, ഇറ്റ് ഈസ് ഗോഡ്സ് ബാറ്റിൽ. ഹല്ലേലൂയ. और इसलिए जो है भाइयों बहनों, मैंने आपको बताना चाहता है कि जो लड़ाई आप सामना कर रहा है आज, उस लड़ाई को आपने नाम बदलने के लिए कोशिश कीजिए, क्योंकि ये लड़ाई कभी भाई सिमजन का लड़ाई नहीं है, भाई जीन का लड़ाई नहीं है, या और कोई व्यक्ति का लड़ाई नहीं है। ये लड़ाई परमेश्वर का लोग और परमेश्वर का लोग जो नहीं है उन लोगों का बीच का एक लड़ाई है। Praise the Lord. Hallelujah. രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഡേവിഡ് റീനെയിം ദ സ്ട്രാറ്റജി. ഈ യുദ്ധത്തിന്റെ സ്ട്രാറ്റജിയെ ദാവീദ് മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കാണുകയാണ്. और दूसरा चीज जो है दाऊद ने किया ये है कि वो इस युद्ध का रणनीति को दूसरा दृष्टिकोण से देखना शुरू किया। Praise the Lord. ദാവീദ് പറഞ്ഞു, ഞാൻ ഈ വ്യക്തിയോട് പോയി യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ശൗല് പറയുകയാണ്, we need to match the weapons, we need to match the armor. और दाऊद ने कहा कि मैंने जाके इस व्यक्ति से लड़ाई करेंगे। तब जो है राजा शाऊल दाऊद से बोल रहा है कि देखिए, अगर आप उनको युद्ध करना जाना है तो हम और उनका बीच का जो है हथियार को मैच करने का जरूरत है, मिला के देखने का जरूरत है। ഓ പ്രൈസ് ദി ലോർഡ്. അവിടെ ശൗല് ചെയ്യുന്ന ഒരു കാര്യം 38ാമത്തെ വാക്യത്തിൽ നിന്ന് വായിച്ചേ. ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു, അവന്റെ തലയിൽ താമ്ര ശിരസ്ത്രം വെച്ചു, തന്റെ കവചവും അവനെ ഇടുവിച്ചു. और उसका 38 पद में आप देखिएगा तो इसके बारे में पता चलेगा। तब शाऊल ने अपने वस्त्र दाऊद को पहनाए और पित्तल की टोप उसके सिर पर रख दिया, और इसराइल और इसलिए उसको पहनाया, और जिलम उसको पहनाया. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഗോലിയാത്തിന്റെ ആർമർ എന്തായിരുന്നു? മുഴുവൻ താമ്രം 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 താമ്രം. ഇവിടെ ശൗൽ എന്താ ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് താമ്രത്തിന്റെ ഒരു കവചമെങ്കിലും വേണം, എങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലോകത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ യു വിൽ ട്രൈ ടു മാച്ച് ദ ആർമർ വിത്ത് യുവർ എനിമി. എന്നാൽ ദാവീദ് ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. और देखिए, यहाँ पे शाऊल ने सोचा कि दुनियादारी तरीका में युद्ध करना है तो उनका जैसा हथियार मेरे पास भी चाहिए, इसलिए उनके पास पित्तल का अगर टॉप है, मेरे पास भी पित्तल का टॉप होना चाहिए। लेकिन दाऊद का तरीका क्या है, दाऊद क्या बता रहा है, उस विषयों के बारे में ध्यान से हमें सुनना है। ദാവീദ് പറയുകയാണ്, ദാവീദ് പറഞ്ഞു 39ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, ദിസ് വോണ്ട് വർക്ക് ഫോർ മീ. ഇത് എനിക്ക് പറ്റുന്ന കാര്യമല്ല. ഈ ഒരു യുദ്ധത്തിന്, ഈ ഒരു മാച്ചിന്റെ ആവശ്യമില്ല എന്നാണ് ദാവീദ് അവിടെ പറയുന്നത്. दाऊद वहां पे कह रहा है, अगर इस युद्ध को लड़ना है, इसी प्रकार के एक मैचिंग होने का कोई जरूरत नहीं है। अगर उसके पास पित्तल का टोप है तो मुझे पित्तल का टोप पहन के जाने का कोई जरूरत नहीं है, मेरा तरीका दूसरा है. ഇത് ദൈവത്തിന്റെ യുദ്ധമായതുകൊണ്ട് ശൗലിന്റെ വസ്ത്രത്തിനും ശൗലിന്റെ ആർമറിനും ഒരു പ്രസക്തിയുമില്ല. तो ये परमेश्वर का युद्ध होने के कारण शाऊल का हथियार और शाऊल का जो है कवच को कोई प्राधान्यता यहाँ पे नहीं होते हैं. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, രണ്ടാമത്തെ വിഷയം ആത്മീകമായ ദൂത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്പിരിച്വൽ ബാറ്റിലിൽ നെവർ യൂസ് ദ വേൾഡ്ലി ആർമർ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ ആർമർ ധരിച്ചുകൊണ്ട് ആത്മീക യുദ്ധം ചെയ്യുവാൻ നമ്മൾ പോകരുത്. भाइयों बहनों, मैंने आपको एक भेद बताना चाहता है कि जब आपके आत्मिक लड़ाई में कभी भी दुनिया का हमारे हथियार को लेकर, दुनिया का कवच को पहनकर आप उस युद्ध को लड़ने के लिए नहीं जाना. നമുക്കെതിരെ കേസ് കൊടുത്തവർക്ക് തിരിച്ചു കേസ് കൊടുക്കുന്നതാണ് വേൾഡ്ലി ആർമർ എന്ന് പറയുന്നത്. जो व्यक्ति हमारा विरुद्ध केस किया है, उसका विरुद्ध हम भी केस जो करता है, वो दुनियादारी जो है
कवच का तरीका हो गया। നമ്മക്കെതിരെ 4 പറഞ്ഞവനോട് 5 പറയുന്നത് ലോകത്തിന്റെ ആർമറാണ്, വേൾഡ്ലി ആർമറാണ്. जो हमारे विरोध में 4 बात बताया, उनको 5 बात जो हम बोलने के लिए तैयार रहता है, वो दुनियादारी जो है कवच का तरीका हो गया। നമ്മളെ കബളിപ്പിച്ചവനെ തിരിച്ച് കബളിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ ആർമറാണ്. പ്രൈസ് ദി ലോർഡ്. जो व्यक्ति हमको धोखा दिया, उस व्यक्ति को हम भी धोखा देंगे, वो दुनिया का जो है तरीका हो गया। എന്നാൽ ദാവീദ് ഇവിടെ പറയുന്നു, ഈ യുദ്ധത്തിന്റെ പേര് ഞാൻ മാറ്റിയത് കൊണ്ട് ഇതിന്റെ ആർമർ ഇസ് ഓൾസോ ഡിഫറെന്റ്. അതാണ് പൗലോസ് വീണ്ടും നമ്മളോട് പറയുന്നത്, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. इसीलिए जो है दाऊद यहाँ पे उस हथियार को बदलने के लिए चाहता है। बराबर जो है हमें पौलुस का वचन से भी देखते हैं, पौलुस भी बोल रहा है कि प्रभु का हथियार को पहन लो। പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആത്മീക യുദ്ധത്തിൽ നിങ്ങളുടെ ആർമർ അല്ല, ശൗലിന്റെ ആർമർ അല്ല നിങ്ങൾ ധരിക്കേണ്ടത്. ആരുടെ ആയുധമാണ് ധരിക്കേണ്ടത്? ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. इसलिए जो है परमेश्वर का वचन कहता है कि आपके आत्मिक मल्लयुद्ध में आप अपना जो है हथियार को नहीं पहनना है, अपना तरीका को नहीं अपनाना है, मगर परमेश्वर का सर्व जो है हथियार, सारा हथियार को पहन लो। എന്താണ് പൗലോസ് അവിടെ ഉദ്ദേശിച്ചത്? പൗലോസ് പറഞ്ഞത് നിങ്ങൾക്ക് യുദ്ധമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. അതേ വാഴ്ചകളെയും അധികാരങ്ങളെയും ഒക്കെ നിങ്ങൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായവും കൊലോസ്യ ലേഖനം 2-ാം അധ്യായം നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന കാര്യം, നിങ്ങൾക്ക് യുദ്ധമുള്ളത് ആരോടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യുദ്ധമുള്ള ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും യേശു ക്രിസ്തു കാൽവറിയിൽ തോൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അതാണ് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. और आप लोग जो है कोलोसियों का पत्री 2रा अध्याय और एफेसियों का पत्री 6वां अध्याय पर आप लोग का ध्यान बाद में आप लोग फोकस कर लीजिएगा। वहां पे जो है पौलुस हमें समझाता है कि हमारा मल्लयुद्ध जो है लहू और मांस से नहीं है, परंतु प्रधानों से और अधिकारियों से और इस संसार की अंधकार की हकीमों से और उस दुष्टता की आत्मिक सेनाओं से है जो आकाश में है, लेकिन उसको यीशु मसीह क्रूस पर हराया है। ये बातों के बारे में कोलोसियों का पत्री 2रा अध्याय में हमें समझने के लिए मिलता है। ഞാനത് നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് പറയാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണത്. അത് വായിച്ചെങ്കിൽ മാത്രമേ ഈ സ്പിരിച്വൽ ആർമർ, ദൈവത്തിന്റെ ആർമറിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. तो इसीलिए जो है इस कोलोसियों का पत्री 2रा अध्याय का वर्स 13 पदों को एक बार पढ़ना बहुत अवश्य है, तभी जो है इस हथियार के बारे में आपको पूरा आइडिया मिल जाएगा कि कोलोसियों का पत्री 2रा अध्याय का 13 पद इसी प्रकार कहते हैं, उसने तुम्हें भी जो अपने अपराधों और अपने शरीर की खतना रहित दशा में मुर्दे थे उसके साथ जिलाया और हमारे सब अपराधों को क्षमा किया और विधियों का वो लेख जो हमारे नाम पर और हमारे विरोध में था मिटा डाला और उसे क्रूस पर कीलों से जिड़कर सामने से हटा दिया। പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയുള്ള അതേ വാഴ്ചകളെയും അതേ അധികാരങ്ങളെയും യേശു ക്രിസ്തു കാൽവറിയിൽ തോൽപ്പിച്ചത് കൊണ്ട് ദൈവത്തിന്റെ ആയുധവർഗം നിങ്ങൾ ധരിച്ചിട്ട് വേണം അതേ വാഴ്ചകളോടും അധികാരങ്ങളോടും യുദ്ധം ചെയ്യുവാൻ പോകാൻ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. इसको मैंने और विवरण देना चाहता है। जो एफेसियों का पत्री में जो बोलने वाला संसार की अंधकार की हकीम और दुष्टता की आत्मिक सेना को यीशु मसीह कोलोसियों का पत्री 2रा अध्याय में जब आते हैं, वहां पे लिखा हुआ है यीशु मसीह उन लोगों को हराया है। यीशु मसीह कैसे हराया? जो हथियार यीशु मसीह इस्तेमाल करके इन लोगों को हराने के लिए इस्तेमाल किया है, उसी हथियार को हम पहनकर ही हमें जो है इस लड़ाई को लड़ना है। ये बात आप लोगों को समझने के लिए प्रयास कीजिए। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സർവായുധ വർഗം. ഇവിടെ ദാവീദ് പറയുകയാണ്, ശൗലിന്റെ സർവായുധ വർഗം അല്ലെങ്കിൽ ശൗലിന്റെ ആർമർ ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ യുദ്ധം ചെയ്യുവാൻ പറ്റുകയില്ല. സോറി, परमेश्वर का सारा हथियार बांध लो लिखा है। यहाँ पे दाऊद शाऊल से बता रहा है कि शाऊल जी, परमेश्वर का युद्ध जो है आप जो देने वाला हथियार पहनकर करने वाला चीज नहीं है। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് ദാവീദ് 2 ഉദാഹരണം പറയുന്നുണ്ട്. ശൗലേ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 സംഭവം ഉണ്ടായി. ഒരിക്കൽ ഒരു സിംഹവും ഒരു കരടിയും വന്നു.
ആ സമയത്ത് എനിക്ക് ശൗലിന്റെ ആർമർ ഉണ്ടായിരുന്നില്ല. और वहां पे जो है दाऊद कहने वाला दो बात आपको मालूम है कि राजा से कह रहा है, राजा हम जो है भेड़ को चराते थे, उस वक्त में एक बार एक सिंह और एक बार एक भालू आया मेरा जो है चरवाहा को खाने के लिए। उस वक्त में मैंने उन दोनों से लड़ाई किया, तो उस वक्त में शाऊल का हथियार मेरे पास नहीं था। ഓ പ്രൈസ് ദി ലോർഡ്. ആ സമയത്തും ഞാൻ ദൈവത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ജയിച്ചെങ്കിൽ ഇന്നും ഈ യുദ്ധം ദൈവത്തിൻ്റെതാണെന്നുള്ള പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഞാൻ ഈ ഫെലിസ്തീനോട് പോരാടുവാൻ തയ്യാറെടുക്കുകയാണ്. ഹല്ലേലൂയ. इसलिए उस वक्त में परमेश्वर का हथियार पहन के मैंने युद्ध जीत चुका है, तो इस लड़ाई में भी परमेश्वर का उस हथियार को पहनकर मैंने युद्धों को जीतेंगे। हालेलुया. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദാവീദ് പറയുകയാണ്, 40-ാം വാക്യം ഒന്ന് വായിച്ചു. അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു തമാശ പോലെ തോന്നി. ഐ ഫെൽറ്റ് വെരി വാട്ട് ഈസ് ഗോയിങ് ഓൺ, റൈറ്റ്? 40-ാം വാക്യം ഒന്ന് വായിച്ച്. പിന്നെ താൻ തന്റെ വടി എടുത്തു, വടി തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലെടുത്തു, ഇടയ സഞ്ചിയായ പൊക്കണത്തിലിട്ടു, കയ്യിൽ കവിണയുമായി ഫെലിസ്തീനോട് അടുത്തു. और 40 पद में इस प्रकार लिखा है, तब उसने अपनी लाठी हाथ में ली और नाले में से 5 चिकने पत्थर छांट कर अपनी चरवाही की धैली अर्थात अपने झोले में रखे और अपना गोफन हाथ में लेकर फिलिस्ती के निकट गए। पदों को पढ़कर मुझे बहुत तमाशा लगने लगा. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഗോലിയാത്തിന്റെ കയ്യിലുള്ള ആയുധങ്ങളെന്ന് ഞാൻ പറയാം നിങ്ങൾക്ക്. അപ്പൊ 3 ആയുധങ്ങളാണ് ഗോലിയാത്തിന്റെ കയ്യിലുള്ളത്. ഈ ആർമർ കൂടാതെ ആയുധങ്ങൾ 3 ഉണ്ട്. ഒന്ന് അതിന്റെ 45-ാമത്തെ വാക്യത്തിലാണ്, ഞാൻ വായിക്കാം. നീ വാള് കുന്തം വേല്, വാള് കുന്തം വേൽ, ജാവലിൻ, sword and spear. तो आप देख लीजिएगा इसका 45 पद में जो है कौन कौन सा जो है हथियार फिलिस्ती व्यक्ति के पास है, आपको पढ़ सकता है कि Yes. तू तो तलवार और भाला और सांग लिए हुए मेरे पास आता है। तो 3 हथियार उसके पास है, तलवार है, भाला है और सांग है. 3 ദാവീദിന്റെ കയ്യിലുള്ള എന്തൊക്കെയാണെന്ന് അറിയാമോ? സ്ലിംഗ്, സ്റ്റോൺ ആൻഡ് സ്റ്റാഫ്. और दाऊद के हाथ में क्या क्या है आपको पता है कि उसके पास है एक माने लाठी है और एक झोले है और एक जो है गोफन है. സോ 5 കല്ല്, കവിണ, വടി. तो वो झोले के अंदर में 5 पत्थर है, तो इसीलिए एक लाठी, 5 पत्थर और गोफन, ये तीनों के साथ उन्होंने लड़ाई के लिए जा रहा. അപ്പോൾ ദാവീദിന്റെ കയ്യിലുള്ള വെപ്പൺസ് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു, അത് രണ്ടും ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിച്ചേ. കവിണ, കല്ല്, വടി, വാള്, കുന്തം, അതുപോലെ തന്നെ वाले कुंदम वेल. यस. तो आप थोड़ा सा इसको मार्च करने के लिए प्रयास कर लीजिए, दोनों जो है हथियार को थोड़ा मार्च करने के लिए प्रयास कर लीजिएगा. दाऊद के पास है कि लाठी है और पत्थर है और गोफन है, और जो है गोलियत के पास है कि तलवार है और भाला है और सांग है. ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ദാവീദിന്റെ കയ്യിലുള്ളത് ഒരു ആയുധമാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ये दोनों में अगर कंपेयर करेगा तो आपको पता चलेगा कि दाऊद के हाथ में जो है वो कभी भी एक हथियार के रूप में गिना भी नहीं सकता है. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊന്നും ശത്രുവിന്റെ മുമ്പിൽ സിഗ്നിഫിക്കന്റ് ആണെന്ന് തോന്നുകയില്ല പ്രിയമുള്ളവരെ. भाइयों बहनों, कभी भी हम जो लड़ाई करने के वक्त में हमें ये नहीं लगेगा कि जो हथियार हमारे पास है वो शैतान के सामने वो मजबूत है, आपको हो सकता है कभी लगेगा नहीं. എന്നാൽ ഇവിടെയാണ് അതിന്റെ വിഷയം വരുന്നത്. നിങ്ങൾ 45-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. लेकिन उसका 45 पद में आप आइए, वहां पे इसका विशेषता आ जाता है. ഞാനൊന്ന് വായിക്കാം. അത് ശരിയായിട്ടാണോ ഞാൻ വായിക്കുന്നത് നിങ്ങൾ പറയണം. ദാവീദ് ഫെലിസ്തീനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാൻ കവിണയും കല്ലും വടിയുമായി നിന്റെ നേരെ വരുന്നു. അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത്? नहीं, ये नो.
तो मैंने आपसे एक बात पूछना चाहता है कि 45 पद में आप ध्यान कीजिएगा, वहां पे दाऊद क्या बोल रहा है। दाऊद ने फिलिस्ती Yes. से कहा कि तू तो तलवार और भाला और सांग लिए हुए मेरे पास आता हूं, मैं जो है माने पत्थर लेते हुए और लाठी लेते हुए और गोफन लेते हुए आपके पास आ रहा है। इसी प्रकार क्या लिखा है 45 पद में? आपका 45 पद कैसे लिखा हुआ है? അങ്ങനെയല്ല, അങ്ങനെ ആയിരിക്കണം എഴുതണ്ടായിരുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ലൈക്ക് ദാറ്റ്. ലോകപ്രകാരമാണെങ്കിൽ മാച്ച് ടു മാച്ച് അങ്ങനെയാണ് ആ വാക്യം വരേണ്ടത്. लेकिन अगर आप जो है मान लीजिए लड़ाई का जो है तुलना करके लिखना पड़ता है, तो Yes. उस वजन में इसी प्रकार लिखना होता था कि आपके पास ये हथियार है, मेरे पास ये हथियार है। ये दुनियादारी एक तरीका है। എന്നാൽ ദാവീദ് പറയുന്നത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, എന്റെ കയ്യിലുണ്ടെന്ന് നിനക്ക് തോന്നുന്നതല്ല എന്റെ ആർമർ. എന്റെ കയ്യിൽ ഒന്നുണ്ട്, ഞാൻ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു. ഹല്ലേലൂയ. तो वहां पे दाऊद कह रहा है कि तुम सोच रहा होगा कि तुम्हारे पास तलवार भाला और सांग है, कि और Yes. तुम मेरे जो है हथियार के बारे में तुम सोच रहा होगा, लेकिन मैं जो है मेरा हथियार का बल के आधार पर नहीं आ रहा है, परंतु मैं सेनाओं की यहोवा की नाम से तेरे पास आते हैं। Praise the Lord. 47ാമത്തെ വാക്യം, യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നത്. और उसका യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നത് എന്ന് അറിയുവാനായിട്ട് ഞാൻ യഹോവയുടെ നാമത്തിൽ വരികയാണ്. वहां पे 47 पद में दाऊद और स्पष्ट कर रहा है कि ये समस्त मंडली माने जान लेगी कि यहोवा तलवार और भाले के द्वारा जयवंदन नहीं करता है। ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഈ സാക്ഷികളുടെ സമൂഹത്തിൽ നമ്മൾ കണ്ട പല കാര്യങ്ങളുണ്ട്. ദൈവം യുദ്ധം ജയിച്ചിട്ടുള്ളതൊന്നും മാനുഷികമായ വെപ്പൺസ് ഉപയോഗിച്ചല്ല, ദൈവത്തിന്റെ ആർമറാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആർമറാണ്. അതാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. നമ്മുടെ ആത്മീകമായ യുദ്ധങ്ങളിൽ നമ്മൾ തളരുമ്പോൾ നമ്മൾ ഒരിക്കലും ഭയപ്പെട്ടു പോകരുത്. ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ഒരു ആത്മീകമായ പോരാട്ടമുണ്ട്, ഒരു സർവായുധ വർഗമുണ്ട്. അത് ധരിച്ചുകൊണ്ട് വേണം നമ്മൾ പോരാടുവാനായിട്ട്. तो इसलिए जो है परमेश्वर का वचन हमें समझाता है कि हमारा आत्मिक मल्लयुद्ध में हम Yes. कभी भी जो है डरना नहीं है, कभी भी कमजोर होने की जरूरत नहीं है, क्योंकि आत्मिक मल्लयुद्ध को करने के लिए परमेश्वर ने आपके पास दिया गया कई हथियार होता है। उस हथियार के साथ जो है आपको युद्ध को लड़ सकता है। Praise the Lord. Hallelujah. ദാവീദിന്റെ വിജയത്തിന്റെ രണ്ടാമത്തെ രഹസ്യം, ദാവീദിന് മനസ്സിലായി ഇത് ദൈവവും ഫെലിസ്തീനും തമ്മിലുള്ള യുദ്ധമാണ്. രണ്ടാമതായി ഇതിന്റെ സ്ട്രാറ്റജി വളരെ ഡിഫറെന്റ് ആണെന്ന് ദാവീദ് പറയുകയാണ്. तो दो बात मैंने आपको बोला। सबसे पहले दाऊद को ये समझ में आया कि ये लड़ाई जो है फिलिस्ती लोग और परमेश्वर का बीच का लड़ाई है। दूसरा बात, दाऊद उसका स्ट्रैटेजी अलग है, दाऊद को पता चला। മൂന്നാമതായിട്ട് ദാവീദ് പറയുകയാണ്, ഈ യുദ്ധത്തിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. ഓ പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ദാവീദ് ജയിച്ചു എന്ന് ലോകം മുഴുവൻ അറിയുവാനല്ല ഈ യുദ്ധം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ജയിച്ചു എന്ന് ലോകം മുഴുവൻ അറിയുവാനല്ല ഈ യുദ്ധം. ഈ യുദ്ധത്തിന്റെ പർപ്പസ് ദാവീദ് റീഡിഫൈൻ ചെയ്യുകയാണ്. മൂന്നാമതായിട്ട് എന്താണ് പറയുന്നതെന്ന് അറിയാമോ? അതിന്റെ 46ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ച് കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. അങ്ങനെ ദാവീദ് വലിയവനാണെന്ന് ദൈവം ആളുകൾ അറിയുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. वहां पे लिखा हुआ है, इसका 46 पद आप ध्यान कीजिएगा, वहां पे इसी प्रकार लिखा हुआ है कि आज के दिन यहोवा तुझको मेरे हाथ में कर देंगे और Yes. मैं तुझको मारूंगा और तेरे सिर तेरे घट से अलग करूंगा, और मैं आज के दिन फिलिस्ती सेना के शव आकाश के पक्षियों और पृथ्वी के जीव वस्तुओं को दे देंगे। तब समस्त पृथ्वी के लोग जान लेंगे कि इसी प्रकार लिखा है दाऊद महान होगा, नहीं लिखा है, वहां पे लिखा है जान लेंगे कि इस्राएल में एक परमेश्वर है। ഓ പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം, മൂന്നാമത്തെ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ കടന്നു പോകുന്ന ആത്മീക യുദ്ധങ്ങളുടെ ഔട്ട്കം എന്ന് പറയുന്നത്
നിങ്ങളുടെ വ്യക്തിപരമായ വിജയമല്ല, സർവ സൈന്യങ്ങളുടെ യഹോവയുടെ തേജസ് നിങ്ങളിലൂടെ വെളിപ്പെടുന്നതാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങൾ യഹോവയുടെ ഭാഗത്തു നിന്നും യുദ്ധം ചെയ്യുവാൻ തുടങ്ങും. ഹല്ലേലൂയ. और मैंने आपको एक बात बोलना चाहता है कि जो लड़ाई आप सामना कर रहा है आपका पर्सनल लड़ाई नहीं है, आपका पर्सनल जो है व्यक्तिगत ऊंचाई के लिए, व्यक्तिगत महिमा के लिए होने वाला एक लड़ाई नहीं है, मगर ये लड़ाई परमेश्वर का राज्य का महिमा का कारण होने वाला एक लड़ाई है। ये बात आप समझेंगे तो आप इस लड़ाई प्रभु के साथ करने के लिए तैयार हो जाएंगे। ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹോവയ്ക്കുള്ളതാണ് യുദ്ധം. ഈ യുദ്ധത്തിന്റെ സകല മഹിമയും ഈ യുദ്ധത്തിന്റെ വിജയത്തിന്റെ സകല ഗ്ലോറിയും എടുക്കുവാനായിട്ടുള്ളത് ദൈവമാണ്. ദാവീദ് ഒരു ഇൻസിഗ്നിഫിക്കന്റ് ആണ്. നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജയത്തിന് വേണ്ടിയല്ല, നമ്മുടെ സ്വയമായ പുകഴ്ചയ്ക്ക് വേണ്ടിയല്ല. ഇതിലൂടെയെല്ലാം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിയാണ് ദൈവം കരുതുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ശക്തമായി മുന്നേറുവാനിടയായി തീരണം. കാരണം ഇതിന്റെ അവസാനത്തിൽ സിംജൻ അറിയുന്നവനെ, അല്ലെങ്കിൽ സിംജനോ ദാവീദോ അല്ലെങ്കിൽ ഈ യുദ്ധത്തിലുള്ള ആളുകളുടെ പേരല്ല അവിടെ വിഷയം. ദൈവം ജീവിക്കുന്നുണ്ടെന്ന് സകല ഭൂമിയും അറിയുവാനിടയായി തീരണം. तो ये लड़ाई जो है करने के वक्त में आपको एक बात समझना चाहिए, युद्ध जो है हमारा ऊंचाई के लिए नहीं है, युद्ध जो है हमारा महिमा के लिए नहीं है, हमारा नाम को प्रसिद्ध करने के लिए नहीं है। इस युद्ध के बाद जो है सिमजन जीवित है बात बोलने के लिए नहीं है, मगर एक बात समझना है, युद्ध खत्म होने के वक्त में लोगों को यह समझना चाहिए कि परमेश्वर जीवित है, परमेश्वर की नाम की महिमा मिलना चाहिए। ഹല്ലേലൂയ. हालेलुया। പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, അതിന്റെ 50-ാം വാക്യത്തിൽ അവൻ കവിണ് വീണ് ഇങ്ങനെ, ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്തീനെ ജയിച്ചു, ഫെലിസ്തീനെ കൊന്നുപിടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ശത്രുവിനുള്ളത് പലതും നമ്മുടെ കയ്യിലില്ല എന്നുള്ളത് ഒരു വാസ്തവമായി നിൽക്കുമ്പോൾ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ ഭാഗത്തു നിന്ന് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ടിടയായി തീരും. The battle belongs to the Lord. Our battle, the battle which we are going through, the battle which we are personally going through belongs to Lord. Hallelujah. അത് ദൈവത്തിന്റെ യുദ്ധമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. और परमेश्वर का लड़ाई हम कर रहा है, बातों को आपको समझना चाहिए, क्योंकि यहाँ पे इसका जो है 50 पद में लिखा हुआ है कि दाऊद युद्ध के लिए तो आगे बढ़ रहा है, लेकिन परंतु दाऊद के हाथ में तलवार तो नहीं था। लेकिन हमारे पास जो हथियार हो सकता है नहीं होगा, लेकिन जो युद्ध जो है हम लोग लड़ रहा है हमारा युद्ध नहीं है। आप जो आज सामना करने वाला युद्ध, आपका जीवन में आप सामना करने वाला लड़ाई, आप समझ लीजिए आपका लड़ाई नहीं है, आपका युद्ध नहीं है। हो सकता है व्यक्तिगत होगा, लेकिन परमेश्वर आपके साथ करने वाला एक लड़ाई है। ये बातों को आप समझ लीजिए। Hallelujah. Praise the Lord. നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളെയല്ല, ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തിന്റെ സേനയാണ്. Praise the Lord. आप प्रतिनिधान कर रहा है केवल आपको नहीं, मगर जीवित परमेश्वर का सेना को आप प्रतिनिधान कर रहा। നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ കടന്നുപോയ പല സ്പിരിച്വൽ സ്ട്രഗിൾസിന്റെയും അവസാനം ദൈവം വിജയക്കൊടി പാറിപ്പിക്കുവാനായിട്ടിടയായി. आप जरा सा माने स्मरण कीजिए, आप जो है गुजरा हुआ अलग अलग लड़ाई के बीच में परमेश्वर जो है आपके लिए जो विजय का झंडा फहराने के लिए परमेश्वर ने सहायता किया। നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ അതിന്റെ അവസാനത്തിൽ ഒരു പടയാളി ജയിച്ചു എന്നല്ല വരുന്നത്, ഒരു രാജ്യം മറ്റേ രാജ്യത്തെ ജയിച്ചു എന്നാണ് വാർത്ത വരുന്നത്. ഹല്ലേലൂയ. आपको मालूम है कि दो राज्य का देश का बीच में अगर लड़ाई होते हैं, कभी भी ऐसी प्रकार का खबर आपको सुनने के लिए नहीं मिलेगा कि एक सिपाही दूसरा देश को जीत लिया करके नहीं मिलेगा। इसी प्रकार खबर आता है एक देश दूसरा देश को जीत लिया। ഒരുപക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതായ റിവാർഡുകളെല്ലാം ലഭിച്ചേക്കാം, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, യുദ്ധത്തിൽ ജയത്തിന്റെ പ്രഖ്യാപനം വരുന്നത് ഈ രാജ്യം ജയിച്ചു എന്നാണ്. हो सकता है व्यक्तिगत तौर से आपको अलग अलग इनाम तो मिल ही जाएगा, लेकिन युद्ध का आखिरी जो है घोषणा होता है, फलना देश जो है युद्ध में जीता करके घोषणा होता है। ഇവിടെ ദാവീദ് പറയുകയാണ്, ദാവീദിന്റെ കല്ലും കവിണയും ദാവീദിന്റെ ശൗലിന്റെ വസ്ത്രത്തിനൊന്നും യാതൊരു വിധമായ പ്രാധാന്യവുമില്ല. ഇത് ദൈവത്തിന്റെ യുദ്ധമാണ്, ദൈവത്തിന്റെ യുദ്ധമാണ്, ഇത് ദൈവത്തിന്റെ യുദ്ധമാണ്.
ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. तो इसलिए दाऊद को पता है कि मेरे गोफन और मेरे पत्थर को कोई प्राधान्यता नहीं है, ये युद्ध जो है परमेश्वर का युद्ध है, और परमेश्वर का युद्ध है, और परमेश्वर का युद्ध है. അങ്ങനെയാണ് പല രാജ്യങ്ങളും പല സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ മക്കൾ ജയിച്ചിട്ടുള്ളത്. और परमेश्वर का लोग जो है अलग अलग वक्त में जो शैतान को या लड़ाई को जीतने का तरीका तो यही था. എസക്കിയ എന്ന് പറയുന്ന രാജാവിന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യം ഞാൻ ഒന്ന് പരാമർശിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. हिजकिय्याह राजा का जीवन में हुआ बातों को भी मैं थोड़ा स्पर्श करके आज का मनन को समाप्त करेंगे. 2 രാജാക്കന്മാർ 19-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യമാണ്. നിങ്ങൾ അത് പിന്നീട് വായിച്ചാൽ മതി. दूसरा राजा उसका 19 अध्याय का 19वां अध्याय 15-ാമത്തെ വാക്യം. 15 पद में उनके बारे में लिखा हुआ. അവിടെ അരാമ്യ സൈന്യം തനിക്കെതിരെ പാളയമിറങ്ങി. वहां पे आरामी सेना उनका विरोध में जो है छावनी हुआ. നോട്ട് അസൂര്യ സൈന്യം, അസീരിയൻ ക്യാമ്പ്. माने अजरिया का लोग जो है उसका विरोध में आ गया. എന്നാൽ എസക്കിയാവ് പ്രാർത്ഥിച്ചു. लेकिन वहां पे जो है उस राजा हिजकिय्याह राजा जो है वहां पे प्रार्थना कर रहा है. Lord, the God of Israel, enthroned between the cherubim, you alone are God over the kingdoms of earth. കർത്താവേ, നീ മാത്രമാണ് സൈന്യങ്ങളുടെ യഹോവ. Praise the Lord. 15 पद में पढ़ते हैं, हे इस्राएल के परमेश्वर यहोवा, हे किरूबों के बीच वाले, पृथ्वी पर सब राज्य के ऊपर केवल तू ही परमेश्वर है. ഹിസ്കിയാവിന് മനസ്സിലായി ഇത് എന്റെ യുദ്ധമല്ല. हिजकिय्याह को पता चला कि युद्ध में लड़ने जा रहा है, मेरा युद्ध नहीं है. എന്ത് സംഭവിച്ചു? അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ उसका 35 पद में हम लोग को पता चलेगा कि क्या हुआ है उस प्रार्थना के बाद. That night the angel of the Lord, അന്ന് രാത്രി 35-ാമത്തെ വാക്യം, that night the angel of the Lord, उस 15 पद में लिखा, उस रात में क्या हुआ कि यहोवा के दूत ने निकाल कर अशूरियों की छावनी में 1,85,000 पुरुषों को मारा. oh praise the Lord, Hallelujah. ഹിസ്കിയാവ് യുദ്ധം ചെയ്തായിരുന്നെങ്കിൽ പരാജയപ്പെട്ടു പോകുമായിരുന്നു. ഹിസ്കിയാവ് ആ യുദ്ധത്തിന്റെ പേര് മാറ്റി, സ്ട്രാറ്റജി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹിസ്കിയാവ് ഒരു വിഷയമല്ല, ഹിസ്കിയാവിന്റെ സൈന്യം ഒരു വിഷയമല്ല. ദൈവമേ, നീയാണ് സകലത്തിന്റെയും ദൈവം എന്ന് പ്രഖ്യാപിച്ച് യുദ്ധം ദൈവത്തിന് കൈമാറിയപ്പോൾ ഹിസ്കിയാവ് അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത്, ഒന്നും ചെയ്യാത്ത സമയത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിവെന്ന് അവർക്ക് വേണ്ടി വിജയം കൊടുക്കുവാനിടയായി. हिजकिय्याह अगर वो युद्ध के लिए जाएगा तो हो सकता है हार जा सकता था, लेकिन हिजकिय्याह उस युद्ध को परमेश्वर के हाथ में सौंप दिया. बोला कि प्रभु, ये युद्ध मेरा नहीं है, तेरा है युद्ध. और परमेश्वर ने क्या किया? सब लोग सोने के वक्त में, उस रात में स्वर्गदूत को भेजकर अशूरियों की छावनी में 1,85,000 पुरुषों को मारा. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 1,35,000 ഒരു ഏഞ്ചലുമായിട്ട് നമുക്ക് കണക്കാക്കുവാൻ പറ്റത്തില്ല. 1:135,000. It is not a logical equation. और ये एक के लिए जो है 1,000. Can you repeat please? ഒരു വ്യക്തി മറുഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് 1,85,000 പേർ. तो एक व्यक्ति उसको सामना करने के लिए 1,85,000, वो एक रेशियो नहीं है, वो एक तुलना करने वाला चीज नहीं होता है. പക്ഷേ ഹിസ്കിയാവ് പറയുന്നത് ദൈവത്തിന്റെ സേനയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഏഞ്ചലാണ്. ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. तो इसलिए हिजकिय्याह बोल रहा है कि युद्ध तो हो सकता है 1,85,000 के ऊपर में लोग तो होगा वहां पे, लेकिन ये युद्ध जो है मेरा युद्ध नहीं है, युद्ध परमेश्वर और दूसरे लोगों का बीच का युद्ध. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, मुझे सुनने वाला भाइयों बहनों, ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു, परमेश्वर का सारा हथियार को बांध ले. ക്ഷീണിച്ചു പോകരുത്. आप तगना नहीं है, ഇത് നിങ്ങളുടെ യുദ്ധമല്ല, ये आपका युद्ध नहीं है, യഹോവയുടെ യുദ്ധമാണ്. प्रभु का युद्ध. നിങ്ങളുടെ ആയുധത്തിനും നിങ്ങളുടെ ആർമറിനും ഒരു പ്രസക്തിയുമില്ല. आपका हथियार को और आपका कवच को कोई प्राधान्यता नहीं है. നിങ്ങളുടെ പേരിന് യാതൊരു പ്രസക്തിയുമില്ല. आपका नाम को भी कोई प्राधान्यता नहीं है. ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയമല്ല. इसका जो है
परिणाम भी आपका विजय नहीं है। നിങ്ങൾക്ക് കാശുണ്ടാക്കാനുള്ള മാർഗമല്ല. ये आपको जो है पैसा जो है कमाने का एक तरीका नहीं है। നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുവാനുള്ളതല്ല. आपका नाम को ऊंचा करने का एक तरीका नहीं है। യഹോവയുടെ നാമത്തെ ഉയർത്തുന്ന യുദ്ധമാണ്. ഹല്ലേലൂയ. ये परमेश्वर का नाम को ऊंचा करने वाला एक युद्ध है। ബാറ്റിൽ ഫ്രം ഗോഡ് സൈഡ്. ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്യുക. ये परमेश्वर की ओर से माने करने वाला एक युद्ध होता। ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധമല്ല. ये दाऊद और गोलियत का बीच का युद्ध नहीं है। യഹോവയുടെ സൈന്യവും യഹോവയുടെ സൈന്യത്തിലല്ലാത്തവരും തമ്മിലുള്ള യുദ്ധമാണ്. ये परमेश्वर का सेना और जो परमेश्वर का सेना में नहीं है उन लोगों का बीच का एक युद्ध है। Today my question is, आज का मेरा सवाल आपसे यही है। which team are you representing? रिपीट। Which team are you representing? Which side do you are? आप कौन सा जो है झुंड में है, कौन सा जो है टीम को आप प्रतिनिधान कर रहा? Are you fighting the battle from God's side? क्या आप परमेश्वर की तरफ से होकर युद्ध लड़ रहा है, Or ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ്? या आप अकेले लड़ रहा है युद्ध को? നിങ്ങളുടെ യുദ്ധമല്ല, നിങ്ങളുടെ യുദ്ധമല്ല. ये आप समझ लीजिए, आप सामना करने वाला लड़ाई केवल आपका नहीं है। അത് നിങ്ങളുടെ യുദ്ധമാണെന്ന് തോന്നിയേക്കാം. आपका युद्ध है करके आपको सोचेंगे, आप समझ सकता हो। ഒരുപക്ഷെ ഫാമിലിയിലെ പ്രശ്നമായിരിക്കാം. हो सकता है पारिवारिक मैटर होगा, ഒരുപക്ഷെ ഓഫീസിലെ പ്രശ്നമായിരിക്കാം. हो सकता है ऑफिस का प्रॉब्लम होगा, നിങ്ങളുടേതല്ല യുദ്ധം. लेकिन ये लड़ाई कुछ भी आप सामना कर रहा हो, ये आपका लड़ाई नहीं है। ദൈവത്തിന്റെ ഭാഗത്തിലേക്ക് നമുക്ക് മാറാം. वो परमेश्वर का लड़ाई है, इसलिए प्रभु का पक्ष में आप आ जाइए। യുദ്ധത്തെ നമുക്ക് പേര് മാറ്റാം. युद्ध का जो है नाम को बदल दीजिए, സ്ട്രാറ്റജി നമുക്ക് മാറ്റാം. उसका रणनीति को बदल दीजिए, ഇതിന്റെ ഔട്ട്കം നമുക്ക് മാറ്റാം. और उसका परिणाम भी बदल जाएंगे। യുദ്ധം യഹോവയ്ക്കുള്ളത്. युद्ध यहोवा का। It is not your personal battle. ये पर्सनल बैटल नहीं है, व्यक्तिगत बैटल नहीं है, This is God's battle. ये परमेश्वर का युद्ध। അതിനായിട്ട് നമ്മൾ തന്നെ സമർപ്പിക്കാം. इस वचन के द्वारा परमेश्वर आपको आशीष करे। ആമേൻ. ഹല്ലേലൂയ. आमीन।